ഹലോ, എല്ലാവർക്കും ആദ്യമേ തന്നെ നല്ലൊരു ദിവസം നേരുന്നു. ഇതെന്താണ് സംഭവം എന്നല്ലേ? രാവിലെ എണീറ്റാൽ ആദ്യത്തെ എൻ്റെ കലാപരിപാടി എന്ന് പറയുന്നത് വിറകടുപ്പിൽ തീ പിടിപ്പിച്ച് വെള്ളം തിളപ്പിക്കുക എന്നുള്ളതാണ്. ആദ്യം വെള്ളം തിളപ്പിച്ച് കട്ടൻ കാപ്പിക്ക് എടുക്കും. അച്ചയ്ക്ക് മാത്രം കട്ടൻ ചായ, ബാക്കി ഞങ്ങൾക്ക് എല്ലാവർക്കും കട്ടൻ കാപ്പി ഇട്ട് വെക്കും. ഇതാണ് ആദ്യത്തെ കലാപരിപാടി. അതിനുശേഷം ബ്രേക്ക്ഫാസ്റ്റിനുള്ള കാര്യങ്ങൾ നോക്കും. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് പിന്നെ പതുക്കെ പറമ്പിലേക്ക് ഇറങ്ങും. ഉച്ചയ്ക്കത്തേന് കറിക്കുള്ള എന്തെങ്കിലുമൊക്കെ ഒടിക്കാനോ പറിക്കാനോ ഒക്കെ ആയിട്ട് കേട്ടോ. ഇന്നൊരു ചുണ്ടുതോരൻ വെക്കാമെന്ന് വിചാരിക്കുന്നു. ഇനി ഇതൊക്കെ നമുക്ക് കളയാം. കടവാവിൽ പിടിച്ചിട്ടുണ്ട്. അങ്ങനെ ചുണ്ടൊക്കെ വൃത്തിയാക്കി നന്ദുകുട്ടൻ എനിക്ക് തന്നു. ഇനി കുറച്ച് കാന്താരിമുളക് പറിക്കണം. അതും അവന് തന്നെ നിർബന്ധം. മുളകും ഞാൻ പറിച്ചു തരാമെന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ ആയിക്കോട്ടെ. ഇത് വെള്ളക്കാന്താരിയാണ്. നമുക്കിവിടെ പല ടൈപ്പ് കാന്താരീസ് ഉണ്ട്. അങ്ങനെ ചുണ്ടൊക്കെ കൊത്തി അരിഞ്ഞു. പിന്നെ തേങ്ങ ചിരണ്ടണം. നമ്മൾ പറിച്ചുകൊണ്ട് വന്ന മുളക്, 2-3 ഉള്ളി, പിന്നെ ഇത് കടുക് വറുക്കാനായിട്ടുള്ളതാണ്. അരയ്ക്കുന്നതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പില ഇടണം. അതിന് നോക്കിയപ്പോൾ കറിവേപ്പില പറിച്ച് വെച്ചിരുന്ന് തീർന്നു പോയി. പിന്നെ വീണ്ടും ഞാൻ പറമ്പിൽ പോയി കറിവേപ്പ് ഒടിച്ചെടുത്തു. ആക്ച്വലി തലയ്ക്ക് ഒടിക്കുന്നത് അമ്മച്ചി കണ്ടാൽ എന്നെ ഓടിക്കും. പക്ഷേ ഞാൻ വീഡിയോയ്ക്കൊരു ഗുമ്മിരിക്കട്ടെന്ന് കരുതി ഒടിച്ചെടുത്തതാണ്. അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന സാധനങ്ങൾ കണ്ടല്ലോ. തേങ്ങ, കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടു, കുറച്ച് ജീരകം, പിന്നെ ഉള്ളി, കാന്താരിമുളക്, പിന്നെ ഈ കറിവേപ്പില എൻ്റെ ഒരു വീക്ക്നെസ് ആയതുകൊണ്ട് ഒരു 2-3 കറിവേപ്പില കൂടി ഇട്ടു. ഇനി മിക്സിയിലിട്ട് ആദ്യമേ ഇത്രയും സാധനങ്ങൾ ഒന്ന് അടിച്ചെടുക്കണം കേട്ടോ. തേങ്ങ അതിന് ശേഷമേ എടുക്കാവുള്ളൂ, അല്ലെങ്കിൽ പിന്നെ എല്ലാം കൂടെ അരഞ്ഞു പോകും. വീണ്ടും ഞാൻ അടുപ്പിൽ തീ പിടിപ്പിച്ചു. നമ്മുടെ ചീനച്ചട്ടി വെച്ചു, വെളിച്ചെണ്ണ ഒഴിച്ചു, കടുകിട്ടു. പിന്നെ അറിയാലോ, കടുവറ. അങ്ങനെ കടുവറ കഴിഞ്ഞപ്പോഴത്തേക്കും അരിഞ്ഞു വെച്ചിരുന്ന ചുണ്ട് ഇട്ട് കൊടുത്തു. ചെറുതായിട്ടൊന്ന് ഇളക്കി. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് വീണ്ടും ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് കുറച്ച് നേരം ഒന്ന് മൂടി വെക്കണം. ഒരു കാര്യം ശ്രദ്ധിക്കണം, വിറകടുപ്പിലാണ് വെക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ മൂടി വെക്കുന്ന സമയത്ത് ചെറിയ തീയേ പാടുള്ളൂ, അല്ലെങ്കിൽ തുറന്ന് നോക്കുമ്പോൾ കരിഞ്ഞിരിക്കും. ഞാൻ കുറച്ച് നേരം മൂടി വെച്ച് നന്നായിട്ടൊന്ന് ആവി കയറ്റി കേട്ടോ. കുഴപ്പമൊന്നുമില്ല, അടിക്കൊന്നും പിടിച്ചിട്ടില്ല. പിന്നെ അരച്ച് വെച്ചിരുന്ന അരഞ്ഞൊന്നും പോകാൻ പാടില്ല. 2 കറക്കം മിക്സിയിലിട്ട് അതേ പാടുള്ളൂ. എന്നിട്ട് നമ്മൾ അരപ്പിട്ട് കഴിഞ്ഞിട്ട് ആ തേങ്ങ ആ പാത്രത്തിലെങ്ങും മുട്ടാത്ത രീതിയിൽ ഒന്ന് പൊതിഞ്ഞ് വെക്കണം, അല്ലെങ്കിൽ അത് ചിലപ്പോൾ കരിഞ്ഞു പോകും. പിന്നെ വീണ്ടും നമ്മൾ മൂടി വെക്കും. ചെറിയ തീയിൽ ഇതൊക്കെ ആകാവുള്ളൂ, ഇല്ലെങ്കിൽ കരിഞ്ഞ് കോളമായി പോകും. പിന്നെ തുറന്ന് നോക്കിയിട്ട് ഒന്നുകൂടെ ഇളക്കി എൻ്റെ വീക്ക്നെസ് ആയിട്ടുള്ള കറിവേപ്പില പിന്നെ ഇട്ട് കൊടുത്തു. ഇനിയിപ്പോൾ തീ വേണമെന്നൊന്നുമില്ല, ആ കനലിലിരുന്നത് ഒന്ന് തോർന്നു വന്നോളും. നന്നായിട്ടൊന്ന് നിരത്തിയിടണം. തീ കത്തിക്കണ്ട, കനലിലിരുന്നോട്ടെ. നന്നായിട്ട് കുറച്ച് നേരം ഒന്ന് നിരത്തിയിട്ട് മതി. ഇതേ ആയി കേട്ടോ, നമ്മുടെ ചുണ്ട് തോരനായി. പിന്നെ സാമ്പാർ വെച്ചായിരുന്നു, അത് ഞാൻ ഗ്യാസ് അടുപ്പയിലാണ് വെച്ചത്. അപ്പോൾ ഇന്നത്തെ ഉച്ചയ്ക്കത്തെ ഡിഷസ് ചുണ്ട് തോരൻ, സാമ്പാർ, പിന്നെ മത്തി വറുത്തതും ഉണ്ട്. അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇതൊക്കെ പോരെ ആവശ്യമായിട്ട് ഉച്ചയ്ക്ക് ചോറുണ്ണാൻ അല്ലേ? അപ്പോൾ ബൈ, താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്.